അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അതസ ഗത്ത വജ്ഹഹ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തുമ്മിയാൽ തൻ്റെ മുഖം മറച്ചു പിടിക്കുമായിരുന്നു. ബിയദിഹി ഔ സൗബിഹി, അവിടുത്തെ കൈകൾ കൊണ്ടോ വസ്ത്രം കൊണ്ടോ. വഗദ്ദ ബിഹാ സൗതഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ തുമ്മുന്നതിൻ്റെ ശബ്ദം താഴ്ത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇത് രണ്ടും തുമ്മുന്ന സന്ദർഭത്തിൽ പാലിക്കേണ്ട അദബുകളാണ്. ഈ പറഞ്ഞതിൽ അനേകം നന്മകളുണ്ട്. അതിലൊന്ന്, അവൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ അവരുടെ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ അവൻ്റെ വായിൽ നിന്ന് അതല്ലെങ്കിൽ മൂക്കിൽ നിന്ന് എന്തെങ്കിലും മോശമായ കാര്യം തെറിച്ചു പോകാതിരിക്കുക എന്ന കാര്യം ഇതിലൂടെ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വൃത്തികേട് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രദ്ധ അതിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തെ കാര്യം, തുമ്മുന്ന സന്ദർഭത്തിൽ അവൻ്റെ മുഖം സാധാരണയുള്ള രൂപത്തിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന സന്ദർഭമാണ്. മറ്റുള്ളവരുടെ കാഴ്ചയിൽ മോശമായ രൂപം ഉണ്ടാകുന്നത് മറച്ചു പിടിക്കുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ച അദബാണ്. അവൻ്റെ ശരീരം മോശമായ കോലത്തിലാകാതിരിക്കുക എന്നത്. ശരി, അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരാൾ ഹംദു പറഞ്ഞു, അർഹമുക്കല്ലാഹ് എന്ന് മറുപടി പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞാൽ വൽയുബ്ദി റദ്ദൽ മുഅവ്വദി, അർഹമുക്കല്ലാഹ് എന്ന് ഒരാൾ നിന്നോട് തിരിച്ചു പറയുന്നത് കേട്ടാൽ നീ എന്ത് ചെയ്യണം? അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മുഅവ്വദ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പരിചിതമായ, അദ്ദേഹം പറയാണ്, പരിചിതമായ ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആ ദുആ നീ ചൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫൽയഖുൽ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് സന്മാർഗം കാണിക്കുകയും നിന്റെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തുകയും ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിലെ മര്യാദകൾ നോക്കണേ. ഒരു ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ പരിചയപ്പെടാനും അവർക്കിടയിൽ ബന്ധമുണ്ടാകാനും ഒരാളൊന്ന് തുമ്മിയാൽ മതി. ഒരു മനുഷ്യൻ തുമ്മിയാൽ അതോടുകൂടി രണ്ടാളുകൾ തമ്മിൽ ബന്ധം ആരംഭിക്കാനുള്ള വഴിയായി. അത് തുമ്മി അൽഹംദുലില്ലാഹ്. ഇത് മനസ്സറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം അവരെന്തുമാത്രം ബന്ധമുള്ളവരായിരിക്കണം. പ്രാർത്ഥനകളുടെ അർത്ഥം എന്താണ്? ഒരാൾ തുമ്മി, അയാൾ പറയുന്നു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവസ്തുതി. നിന്റെ മുസ്ലിമായ സഹോദരന് നന്മ കിട്ടിയത് കാണുമ്പോൾ നിനക്ക് അവനോട് അസൂയല്ല ഉണ്ടാകുന്നത്. നീ അവനോട് പ്രാർത്ഥിക്കാൻ, യർഹമുക്കല്ലാഹ്, അല്ലാഹു നിനക്ക് ഇനിയും കാരുണ്യം നൽകട്ടെ. അപ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാൾക്ക് നീ ഒരു പ്രാർത്ഥനയല്ല തിരിച്ചു നൽകുന്നത്, പിന്നെന്താ? രണ്ടു പ്രാർത്ഥനകളാണ്. യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും. നീ ഒരു പ്രാർത്ഥന നടത്തി, നിനക്കൊരു നന്മ ഉണ്ടായത് കണ്ടപ്പോൾ നിനക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചു, അതിനു പകരമായി നീ നൽകുന്നത് എന്ത്? രണ്ടു പ്രാർത്ഥനകളാണ്. യഹ്ദീകുമുല്ലാഹ്, അല്ലാഹു നിനക്ക് സന്മാർഗം കാണിച്ചു തരട്ടെ, നേർമാർഗത്തിലേക്ക് അല്ലാഹു നിന്നെ നയിക്കട്ടെ, എല്ലാ നല്ല വഴികളിലേക്കും അല്ലാഹു നിന്നെ വഴികാട്ടട്ടെ. വയുസ്ലിഹു ബാലക്കും, നിന്റെ കാര്യങ്ങൾ അല്ലാഹു നന്നാക്കട്ടെ, നിന്റെ അവസ്ഥ അല്ലാഹു ശരിയാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ തുമ്മിയാൽ ഏത് ദീനിലാണ് ഇതുള്ളത്? ഏത് മതത്തിലാണ് ഇതുള്ളത്? ഏത് സംസ്കാരങ്ങളിലാണ് മനോഹരമായ രീതികളുള്ളത്? ഇസ്ലാമിൻ്റെ നന്മകളിൽ പെട്ടതാണ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇസ്ലാമിൻ്റെ സത്യസന്ധതയ്ക്ക് ഇതാണ് അള്ളാഹുവിൽ നിന്നുള്ള മതം എന്നതിനുള്ള ഏറ്റവും പ്രകടമായ തെളിവുകളിൽ ഒന്ന് ഈ മതത്തിലെ വിധിവിലക്കുകളാണ്. ഇതുപോലുള്ള വിധിവിലക്കുകൾ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. ഇത് ഒരു മനുഷ്യൻ വ്യക്തിപരമായ പരസ്പരമുള്ള ബന്ധങ്ങളിൽ പാലിക്കേണ്ട വിധിവിലക്കുകളാണ്. എത്ര കൃത്യമായാണ് അള്ളാഹു അത് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കും. ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം, റഹമുക്കല്ലാഹ് വയഹ്ദികുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് അവൻ തിരിച്ചു പ്രാർത്ഥിക്കണം. ശരി, അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, വഖുൽ ലിൽ ഫതാ ഊഫീത ബഅദ സലാസത്തിൻ വലിത്ത്ഫ്ലി ബൂരിക ഫീക വഅമുർഹു യഹ്മദി. ശരി, ഒരാൾ തുമ്മി,
അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, നീ അർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. യഹ്ദീകുമുല്ലാഹു യസ്ലിഹു ബാലക്കും. വീണ്ടും തുമ്മി, അൽഹംദുലില്ലാ അർഹമുക്കല്ലാ യഹ്ദീകുമുല്ലാഹു യസ്ലിഹു ബാലക്കും. വീണ്ടും അയാൾ തുമ്മി, അൽഹംദുലില്ലാ അർഹമുക്കല്ലാ യഹ്ദീകുമുല്ലാഹു യസ്ലിഹു ബാലക്കും. എത്ര തവണ ഇത് തുടരും? അതിലും ഇസ്ലാമിൽ നിയമമുണ്ട്. ഇതിങ്ങനെ അനന്തമായി തുടരുക എന്നത് പറ്റുകയില്ല, അത് പ്രയാസമാകും. ഇതിങ്ങനെ നിർത്താതെ തുടർന്നു പോകുക എന്നത് പ്രയാസകരമാണ്. ശരി, അതിന് പരിധിയുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്, വഖുല്ലിൽ ഫതാ ഊഫീത ബഅദ തലാസ. ഒരാൾ 3 തവണ തുമ്മിക്കഴിഞ്ഞാൽ 3 തവണ തുമ്മിയതിന് ശേഷം നീ അവനോട് പറയുക ഊഫീത, അള്ളാഹു നിന്റെ അസുഖം ഭേദമാക്കി തരട്ടെ. ഊഫീത എന്ന വാക്ക് കവിതയ്ക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞതാണ്, അത് സുന്നത്തിലെ പ്രയോഗമല്ല. അദ്ദേഹം കവിതയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. ഒരാൾ തുമ്മിയാൽ 3 തവണ തുമ്മി, 3 അൽഹംദുലില്ലാ, 3 യർഹമുക, 3 യഹ്ദീകുമുല്ലാഹു, 4ാമത്തെ തവണ നീ അവനോട് പറയുക അള്ളാഹു നിന്റെ രോഗം മാറ്റി തരട്ടെ, ഇതൊരു രോഗമാണ്. നേരത്തെ അതൊരു നിഅമത്തായിരുന്നു. 3 തവണയായി അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമാണ്. ജലദോഷമായിരിക്കാം, രോഗമായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം. വഖുല്ലിൽ ഫതാ ഊഫീത ബഅദ സലാസത്തിൻ. 3 തവണയിൽ അധികരിച്ചാൽ നീ അവനോട് പറയുക ഊഫീത, അള്ളാഹു നിന്റെ രോഗം മാറ്റിത്തരട്ടെ. എന്താണ് അതിനുള്ള തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, യുശമ്മതുൽ